എടാ മാധവ, നമ്മുടെ ആനിയുടെ വീട്ടില് കൊറേ ദിവസമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അവന്റെ മുഖത്തൊക്കെ എന്തോ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ, എന്തോ വീട്ടിനകത്ത് എന്തോ പ്രശ്നമാണെന്നൊക്കെയാ പറയുന്നത്. നീ അറിഞ്ഞോ? എന്റെ ശശി, ഇതൊക്കെ വരാൻ കാരണം എന്താന്ന് വെച്ചാൽ, വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്ത് അതിന് കുറ്റം പറയുന്നവന്മാർക്ക് ഇതെല്ലാം സംഭവിക്കും. കാരണം അദ്ദേഹം മണന്നുകൊണ്ട് വെക്കുന്ന പൈസ എല്ലാം മോട്ടിച്ചുകൊണ്ട് പോയി ഇവ മദ്യപിക്കുകയും കള്ളടിക്കുകയും ഒക്കെ ചെയ്ത ആ കുടുംബം എങ്ങനെ രക്ഷപ്പെടാനാ? ഇതൊക്കെ തന്നെ ആ വീട്ടിൽ സംഭവിച്ചിട്ടില്ല. ആ മാതാവിന് കിടന്നുറങ്ങാനോ പിതാവിന് കിടന്നുറങ്ങാനോ പറ്റാത്ത സാഹചര്യം. എനിക്കിതൊന്നും പിന്നെ ബാധിക്കുന്ന കേസല്ല. അത്ര വലിയ ധൈര്യം ഉണ്ടോ? തീർച്ചയായും ഞാൻ ഈ അന്ധകാരങ്ങളൊക്കെ ഇങ്ങനെ നടന്നുപോയി തേനെടുക്കാനും പിന്നെ പാമ്പിനെ പിടിക്കാനൊക്കെ പോകുന്നുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല. ഒരു ദിവസം ആ നൈറ്റ് അവിടെ പോയി ഇരിക്കാൻ പറ്റുമോ? തീർച്ചയായും എന്റെ കൂടെ നീ ഉണ്ടെങ്കിൽ എനിക്കെന്താ ഞാനും നമുക്ക് പോവാം. പൊന്നെ, എനിക്ക് ഇതൊന്നും വലിയ വിഷയമുള്ള കേസൊന്നുമല്ല. പണ്ടൊക്കെ പിന്നെ ഞാനിതൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് ശശിയുടെ ഒരൊറ്റ ഇത് കൊണ്ടാണ് ഞാനിതൊക്കെ നിൽക്കുന്നത്, കൂടെ വരുന്നത്. ഇല്ലെങ്കിൽ അടുക്കത്തില്ല. എനിക്ക് പേടിയാ. ഞാൻ പിന്നെ മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് ഞാൻ വലിയ പള്ളങ്ങ് പറയും. എന്റെ സത്യാവസ്ഥ എനിക്കല്ലേ അറിയത്തുള്ളൂ. അവിടെ ചെന്ന് ഒച്ചകളൊന്നും വെക്കല്ലേ എന്റെ പൊന്നേ. ധൈര്യത്തിലാണ് ഞാനും വരുന്നത്. ശശിയായ ഏക ആശ്രയം. ശശിയെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ഒച്ച വെക്കത്തില്ല. മാധവന്റെ ധൈര്യത്തിലാണ് ഞാനും വരുന്നത്. നമുക്ക് ഒന്നും വെക്കണ്ട. ഏതാ വീട്? കാണുന്ന വീട് വല്ലാത്തൊരു അന്ധകാരം തോന്നുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് കുറച്ചും കൂടെ ടൈം പോകാൻ വേണ്ടിയാ. സമയം പോയാലേ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റുള്ളൂ. എന്തായി തീരുമെന്ന് എങ്ങനെ അറിയാം? വാ പോയി നോക്കാം. ദുരന്തമാണെന്ന് തോന്നുന്നു. എന്താണേലും മാധവ, എന്തോ കണ്ടല്ലോ. കണ്ടേ. ദൈവമേ, എന്റെ മൂക്ക് കൂട്ടി പിടിക്കുന്നുണ്ട്. എന്റെ പൊന്നെ, വിചാരിച്ചാണോ മാധവൻ വന്നത്? ദൈവമേ, ശശി കൈവിടല്ലേ ശശി. രണ്ടും കൽപ്പിച്ച് നമുക്ക് നോക്കാം. വാ പോകാം. നമുക്കിതിനകത്തൊന്ന് കേറി നോക്കിയാലോ? മാധവൻ ശശിയുടെ ധൈര്യം ഉള്ളപ്പോ മാധവൻ എന്ത് പേടിക്കാൻ? എനിക്ക് പേടിയുണ്ട്, പക്ഷെ നിങ്ങളുള്ള കൂട്ടത്തില് ഒരു പേടിയില്ല. എനിക്ക് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിഷയമുള്ള കേസല്ല. എങ്കിലും ഒരു ഉറപ്പിന് നീ കൂട്ടത്തിലുള്ളപ്പോൾ എനിക്കൊരു പേടിക്കണ്ടല്ലോ. നമുക്ക് പതുക്കെ ഒന്ന് അകത്ത് നോക്കാം. ദൈവമേ, ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ. എന്തോ ഒരു വീടി എടുത്ത് കത്തിക്കാൻ വല്ലാത്ത തണുപ്പ്. ശശി പറയുന്ന സത്യമാണ്. എല്ലാവർക്കും എന്തൊക്കെയോ അന്ധകാരമൊക്കെ ഇവിടെ തോന്നുന്നു. ഭയങ്കര ഒരു കാര്യം ചെയ്യാം. എന്നാ വീടി വലിക്കാം. കത്തിക്കാം.
അയ്യോ ശശി 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 എന്റെ പൊന്നു ശശി ഈ ശരീരത്തിനൊന്നും വയ്യ രാവിലെ ഏതെങ്കിലും സ്വാമിയെ പോയിന്ന് കാണാം ശശി വാ ശശി പോകാം വാ പോയാക്കാം വാ സ്വാമി കത്തടേ സ്വാമി മക്കളെ, മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത കാലം മാതാപിതാക്കൾ എന്നും അലഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങൾക്കൊരു ഗുണപാഠമാണ്.